ചാൻസലർ കൂടിയ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട്. I am directed to inform that August 14 has been declared as Partition Horror Day. The universities can organize seminars to commemorate this occasion. They can prepare dramas on this, which can be done by going to people and showing how terrible the partition was. തുടർച്ചയിൽ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെയിലാണ്. അപ്പോൾ പാർട്ടീഷൻ ഹൊറർ ഡേ എന്നൊരു ദിനാചരണം ഓഗസ്റ്റ് 14 സംഘടിപ്പിക്കണം എന്നതാണ് ആവശ്യം. ഈ ആവശ്യം ആദ്യമായല്ല. നരേന്ദ്രമോദി 2021 മുന്നോട്ട് വെച്ച ആശയമാണ്. ആ ആശയം മുന്നോട്ട് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ യഥാർത്ഥ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിലെ ഏതൊരാൾക്കും വായിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന ഈ പുസ്തകം. നിങ്ങൾക്ക് ഗൂഗിളിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടോ ആരോട് ചോദിച്ചാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം ഏത്, അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ബിപിൻ ചന്ദ്രയും മൃദുല മുഖർജിയും ആദിത്യ മുഖർജിയും സുജാത മഹേജനും അതോടൊപ്പം തന്നെ KN പണിക്കറും രചിച്ചിട്ടുള്ള ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അത് പൂർണ്ണമായും പറയുന്നില്ല. 31-ാം അധ്യായം ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം, അതോടൊപ്പം തന്നെ ഇതിലെ 33-ാം അധ്യായം ജിന്ന ഗോൾവാക്കർ ആൻഡ് എക്സ്ട്രീം കമ്മ്യൂണലിസം, അതോടൊപ്പം 37-ാമത്തെ അധ്യായം ഫ്രീഡം ആൻഡ് പാർട്ടീഷൻ. ഇത് കേവലം ഒരു 20-30 പേജുകൾ നമുക്ക് വായിച്ചാൽ ഈ ഇത്രയും വലിയ പുസ്തകത്തിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഈ പറഞ്ഞ ഈ അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടന് പാദസേവ ചെയ്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് കുടപിടിച്ച് ഇന്ത്യ വിഭജനത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നിന്റെ പേരാണ് ഹിന്ദു മഹാസഭയും RSSഉം. ഇത് ചരിത്രമാണ്. മുഹമ്മദ് അലി ജിന്നയും അന്നത്തെ മുസ്ലിം ലീഗും എല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് സംഘപരിവാറിനും സമാനമായ താല്പര്യമായിരുന്നു. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് സമാനമായ താല്പര്യം വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും RSSനും അംഗീകരിക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു. ആ RSS ആണ് ഇന്നിപ്പോൾ പാർട്ടീഷൻ ഹൊറർ ഡേ എന്ന് നമുക്ക് മുന്നിലേക്ക് വാദിക്കുന്നത്. ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിൽ ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ ചരിത്രത്തെ മാറ്റിയെഴുതാൻ ആ ഘട്ടത്തിൽ തന്നെ ഇവർ തയ്യാറാവുന്നത് എന്നതിന്റെ ചരിത്രം ഇതിലുണ്ട്. അതിൽ പ്രധാനമായും മുഗൾ ചരിത്രത്തിൽ അതുവരെ മതനിരപേക്ഷമായി പ്രവർത്തിച്ചിരുന്ന മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ അവരുടെ പട്ടാളക്കാരിലും അവരുടെ സമീന്ദാന്മാരിലും ഒക്കെ വ്യത്യസ്ത മതസ്ഥരും എല്ലാവരും ഉണ്ടായിട്ടും ഇവരെയൊക്കെ തീവ്ര മതവർഗീയവാദികളായി ചിത്രീകരിക്കാൻ സംഘപരിവാർ ശ്രമിച്ചത്, ഹിന്ദു മഹാസഭ ശ്രമിച്ചത്, അതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇടപെടൽ, ഇതിനെക്കുറിച്ചെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കൊരു ചരിത്രരേഖ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടില്ല. അന്ന് ബ്രിട്ടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഡിവൈഡ് ആൻഡ് റൂൾ, അതിന് ജെയിംസ് മിൽ പോലുള്ള ചരിത്രകാരന്മാർ നൽകിയിട്ടുള്ള ഇടപെടൽ അതുൾപ്പെടെ ഇതിൽ വിമർശന വിധേയമായി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വിഭജനം ആഗ്രഹിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നാണ് RSS. ആ ഇന്ത്യ വിഭജനത്തെ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ആ ഇന്ത്യ വിഭജനത്തെ ചോദ്യം ചെയ്യുകയും ഇന്ത്യ മതനിരപേക്ഷമായി നിലനിൽക്കണമെന്നും ആഗ്രഹിച്ച മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ RSS തീരുമാനിച്ചതും ഇതേ കാരണത്താലാണ്. ഗാന്ധിജിയോടുള്ള അവസാനത്തെ പ്രകോപനം RSSനുണ്ടായത് ഇന്ത്യ വിഭജനത്തെ തുടർന്നാണ്. ആ ഇന്ത്യ വിഭജനം ഇന്ന് പാർട്ടീഷൻ ഹൊറർ ഡേ ആയി സംഘടിപ്പിക്കണമെന്ന് RSS നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ബാധിച്ച ഹൊറർ RSS ആണ്. ആ ഹൊറർ ഇന്നും ഇന്ത്യയെ വേട്ടയാടുകയാണ്.
ഇന്ത്യയിലെ ജനസാമാന്യങ്ങളെ വേട്ടയാടുകയാണ്. ആ വർഗീയതയെക്കുറിച്ച് വ്യത്യസ്ത ഭാവത്തിൽ ഇന്ത്യയിൽ ഗാന്ധിജി, നെഹ്റു, പട്ടേൽ അങ്ങനെ ഓരോ മനുഷ്യരും ആ ഘട്ടത്തിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് പറയുന്നുണ്ട്.